ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഏകദേശം തംബ്ലൈനൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ട്രാവലിംഗ് വീഡിയോയാണ്, അതും നമ്മൾ മൂന്നാറേക്ക് പോകാൻ. ഇനി അരൂർ പോയിട്ട് ചിറ്റേനെ കുറിച്ചനെ പിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ അവർ വന്നിട്ട് കാണാം. എവിടെ പോകുന്ന സാധിക്കാം നമ്മൾ? അയ്യോ, എവിടെയായിരുന്നു? നമ്മൾ മൂന്നാർ പോവുകയാണ് ഗൈസ്. അയ്യോ, സംസാരിക്കാൻ പറ്റുന്നത് വന്നവർ അതാണ് എൻ്റെ ചിറ്റയും കൊച്ചനും. ചിറ്റയും കൊച്ചെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയനും വൈഫും. അപ്പോൾ അവരും ഫുഡ് എടുത്തിട്ടുണ്ട്, ഞങ്ങളും കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ എക്സ്പെൻസൊക്കെ കുറച്ചിട്ടുള്ളൊരു ട്രിപ്പാണ്, പക്ഷെ അടിപൊളിയായിരുന്നു. എന്തായാലും ഫുഡൊക്കെ ഞങ്ങളൊന്നും അധികം പുറത്തുനിന്നൊന്നും വാങ്ങിച്ചില്ല, മിക്കതും ഞങ്ങൾ കൊണ്ടുപോയി ഫുഡാണ് തിന്നത്. ഇപ്പം സ്ഥലം ഇതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കാണുന്ന വീഡിയോ മൊത്തം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തിയിരുന്നു. ഞാനൊന്നും കുടിച്ചില്ല, അമ്മയും ചിറ്റയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അവർ കടയിൽ ഇരിക്കണം, ഞാനപ്പോൾ വണ്ടിയുടെ അകത്തിരിക്കണം. പോകുന്ന വഴിക്ക് നല്ല ഒരു അടിപൊളി വ്യൂ കണ്ട അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടാൽ പോയത്. ഓൾറെഡി അടിപൊളി സ്ഥലം ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ പോയത്. അപ്പോൾ അതേമാതിരി നിർത്തിയൊരു സ്പോട്ടാണിത്. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ മലയും അതിൽ കോടമഞ്ഞൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വണ്ടിയൊക്കെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് നിന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത് ഒരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച നൈറ്റ് ഞങ്ങൾ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് ഞാൻ ചിറ്റേനെ കൊച്ചിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും പോയാലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് മൂന്നാർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാറേക്ക് പോയി. രാവിലെ ഞായറാഴ്ച 4 മണിക്ക് പോകാമെന്നാണ് പറഞ്ഞേച്ചാൽ, പക്ഷേ ഞങ്ങൾ എഴുന്നേറ്റ് 4 മണിക്കാണ്. എന്നിട്ട് പോയത് 7 മണിക്ക് ആയപ്പോഴായിരുന്നു. ഭയങ്കര കൃത്യനിഷ്ഠത എനിക്ക് എന്ത് ചെയ്യാനാണ്. മൂന്നാർ എന്നുള്ളൊരു സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ. മൂന്നാറിൽ എവിടെ പോകണം എന്നൊന്നുമില്ല. അതാണ് ഞങ്ങൾ മൂന്നാർ മറ്റേ മെയിൻ മാർക്കറ്റില്ലേ അവിടെ പോയിട്ടാണ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചത്. നമ്മുടെ ബ്രോഡ്വേക്ക് പോലെയാണ് അവിടുത്തെ മാർക്കറ്റ്, അത് ഇതിലുണ്ട്, നിങ്ങൾ കാണാം, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ കോട കൊണ്ട് മൂടി കിടക്കുന്ന മലയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മൂന്നാറിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ പോയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത്. പിന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടി പാർക്ക് ചെയ്തായിരുന്നു. എന്തിന്? ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. കുറേ പേരുണ്ടെന്നത് കണ്ടില്ലേ, കുറേ പേരെന്ന് വെച്ചാൽ കുറേ പേരുണ്ട്. ഫോട്ടോസ് എടുക്കാനൊക്കെ ഇട്ടാണെങ്കിലും അങ്ങനെ നമ്മൾ കുറേ നേരം ആ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് എന്ത് രസമാണെന്ന് അറിയുമോ അതിൻ്റെ താഴത്ത് നിൽക്കാനായിട്ട്. എന്നിട്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ്, അതാണ് ഞാൻ ഇതിൽ ഓഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടിൻ്റെ താഴത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുരങ്ങന്മാരെ കണ്ട്. അതാണ് കോമഡി, അത് ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്ത് മരിക്കണമായിരുന്നു. ആ കുരങ്ങൻ പെയ്യനൊക്കെ നോക്കിക്കൊടുക്കണം. പിന്നെ ഒരു കുരങ്ങനൊക്കെ ഉണ്ട്, കുരങ്ങനെയും തള്ളക്കുരങ്ങനെയൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. അത് ആ വെള്ളച്ചാട്ടം കണ്ട് കുറച്ച് മുമ്പായിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയപ്പോൾ ഒതുക്കി. അത് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു, ചമ്മന്തിയും എന്നെ ചുറ്റ് സാമ്പാർ ഉണ്ടാക്കൊണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അത് എല്ലാവരും കൂടി കഴിച്ച് അടിപൊളിയായിരുന്നു. എന്തായാലും ട്രാവൽ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ കഴിക്കണേക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ ഫ്ലാസ്കിൽ ചൂട് കട്ടൻ ചായയൊക്കെ കൊണ്ടുപോയി. കുറേ വെള്ളം എടുത്തെന്ന് വെച്ചാൽ കുറേ വെള്ളമൊക്കെ എടുത്തു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും വെള്ളമൊക്കെ ആവശ്യം വരും. വെറുതെ നമ്മളത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അത്രയും പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം കുറേ തേയിലത്തോട്ടം കാണുന്നുണ്ട്, കുറേയെന്ന് വെച്ചാൽ കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡ്യൂപ്പ് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറേ വെള്ളച്ചാട്ടം കണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഓരോ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഞാൻ പറയും അവിടെ നിർത്തുന്നു, പക്ഷെ നിർത്തിയില്ല. ആ മെയിൻ വെള്ളച്ചാട്ടം അവിടെ മാത്രമേ നിർത്തിയുള്ളൂ. പിന്നെ നമ്മൾ പോയി കുറേ പോയി കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ ഒരു ചേട്ടൻ, ഒരു നമ്മുടെ ഇവിടെ പറഞ്ഞാൽ തേങ്ങ മാതിരി ഇരിക്കുന്ന സാധനം, തേങ്ങ തന്നെയാണ്, കുഞ്ഞു സാധനം, നൊങ്കുന്നതിന് പറയണം. ഒരു കൊതി കൊണ്ട് ഞങ്ങളത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇതുവരെ ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ തമിഴന്മാർക്ക് ഇത് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഓവറായിട്ടൊന്നും വാങ്ങിയില്ല. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, കഴിക്കാം. നമ്മുടെ ഇവിടെ നമ്മൾ കരിക്കിൻ്റെ വെള്ള സാധനമൊക്കെ കഴിക്കത്തില്ല, അതേമാതിരിയൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിന്ന്. ഞാനിപ്പോൾ തിന്ന ഈ സാധനത്തിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല, അറിയുന്നവർ അതും കമൻറ്റ് ചെയ്യുക. അപ്പം അമ്മ അവിടുത്തെ ഏതോ ചെടിയൊക്കെ പറിച്ചെടുക്കാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഗൈസ് ഞങ്ങളുടെ മൂന്നാറിലെ മാർക്കറ്റിലെത്തി. കുറേ ചോക്ലേറ്റ്സിൻ്റെ കടയുണ്ട്, നട്ട്സിൻ്റെ കടയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ സാധനത്തിനും ഭയങ്കര റേറ്റ്. അതിനേക്കാളും എന്തോരം റേറ്റ് കുറവാന്ന് പറയും. നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ, എറണാകുളത്തുള്ളവർക്കറിയാം, നല്ല റേറ്റ് കുറവാണ് അവിടെയുള്ള എല്ലാ സാധനത്തിനും. ഓവറായിട്ട് ബ്രോഡ്വേ മൂന്നാറിലെ മാർക്കറ്റിൽ നിന്നില്ല, ഒന്നും വാങ്ങിച്ചില്ല. ചോക്ലേറ്റ് വാങ്ങിച്ചു കുറച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്ന് തേയിലത്തോട്ടത്തിൽ കയറി. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തേയിലത്തോട്ടത്തിൽ കയറണം. അങ്ങനെ ഒരു തേയിലത്തോട്ടത്തിൽ ഞങ്ങൾ കയറി ഗൈസ്. ഇത് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കയറിയതാണ്. ഇത് ഫസ്റ്റ് കയറിയത്. രണ്ടാമത് വേറൊരു തേയിലത്തോട്ടത്തിലും കൂടി കയറണ്ടേ. ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ളത് നടത്തം ഭയങ്കര കുഞ്ഞു വഴിയാണത്. ഇത് പിന്നെയും സ്പേസ് ഉണ്ടെന്ന് പറയാം. രണ്ടാമത്തേൽ ഒട്ടും സ്പേസ് ഇല്ല, ഞാനത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു പേരക്ക മരം നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ പേരക്ക പറിച്ച് കൊച്ചിന് കുറേ പഴുത്തതൊക്കെ കിട്ടി. എനിക്ക് അധികം പഴുത്തൊന്നുമില്ല, എങ്കിലും കഴിച്ച്. അപ്പോൾ അത് അമ്മേച്ചനും ഇവിടെ നോക്കി നിൽപ്പുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കണതെന്നുള്ളത്. ഫസ്റ്റത്തെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടാമത്തെ തേയിലത്തോട്ടത്തിലേക്ക് എത്തി. ഇതവിടെ നിന്ന് കുറച്ച് മുമ്പായിട്ട് കുറേ പോകുമ്പോഴാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടമാണ്. ഫസ്റ്റ് കയറിയത് അങ്ങനെ ഭയങ്കര തിക്കൊന്നുമല്ല, അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ. ഇത് പക്ഷേ തിങ്ങി ഞെരിഞ്ഞിരിക്കണം. ഇതിങ്ങനെ ഈ കമ്പിവേലിലൂടെ നൂണ്ടൊക്കെ കയറണം. അങ്ങനെ ഫസ്റ്റിലേ ഞാൻ ചെന്ന് കയറി നിൽക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫൈനലി കയറി. എന്നിട്ട് ഇതിലത്തെ വഴിയാണ് ഞാൻ കാണിക്കുന്നത്, ഭയങ്കര കുഞ്ഞു വഴിയാണെന്നുള്ളത്. എന്നിട്ട് ഇവിടെ നിന്നാണെന്നുകൊണ്ട് എന്നെ തേരട്ട കടിച്ച് എൻ്റെ കാലിൽ ചോരയൊക്കെ വന്നു. തേരട്ട തന്നെയാണെന്ന് അറിയില്ല കേട്ടോ, അവിടെ കമ്പ് കൊണ്ട് പൊട്ടിയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ കാറൊക്കെ അങ്ങേറ്റത്ത് കിടപ്പുണ്ട്. അത്രയും നിർത്തി ഞങ്ങൾ ഇവിടം വരെ വന്ന്. മഴ പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വന്നതാണ് ഈ വീഡിയോ. അത് കഴിഞ്ഞിട്ട് മഴ നല്ല രീതിക്ക് പെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും കാറിൽ പോയിരുന്നിട്ട് വീണ്ടും ഇറങ്ങി. അപ്പോൾ വീണ്ടും പെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല, നേരെ പോന്നു. അങ്ങനെ കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വല്ലാണ്ട് എന്താ പറയുക ഛർദ്ദിക്കാനൊക്കെ തോന്നി. വണ്ടി ചുരുക്കുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഈ കുറേ നേരം ഗ്ലാസ്സൊക്കെ അടിച്ച് വണ്ടിയിൽ ഇരുന്നാൽ അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ അരുവിയുടെ സൗണ്ട് കേട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്. അമ്മയും ചിറ്റയാണ് നിൽക്കണത്. ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കാലിക്കിട്ടിരുന്ന്. മൂന്നാർ വന്നിട്ട് വെള്ളത്തിൽ കാല് നനക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ വന്നിട്ട് അത് ചെയ്ത്. പിന്നെ ക്യാമറയുടെ ചാർജൊക്കെ തീർന്ന്. ഇത് ഫോണിലെടുത്ത വീഡിയോസാണ്. എന്നിട്ട് ഇവിടെയും മഴ പെയ്ത്. അപ്പം നേരെ ഇതേ ഓടണേണ്. നൈസായിട്ട് വഴുതി കേട്ടോ. ഈ പാറയിലൊക്കെ ഇഴുക്കലുണ്ട് മഴ പെയ്തിട്ട്. ഞാൻ വഴുതി, അച്ഛൻ വഴുതി, അബ്ചേട്ടൻ വഴുതി. എന്നിട്ട് മഴ വന്നപ്പോൾ ഓടി കാറിലേക്ക് കയറിയിരിക്കേണ്ടതാണിത്. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു ഗൈസ്. അങ്ങനെ പോയപ്പോഴാണ് ഈ ഐസ്ക്രീംകാരൻ ചേട്ടനെ കണ്ടത്. അപ്പം തന്നെ ഞാൻ സ്വന്തം പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. ഞങ്ങളങ്ങനെ 2 പിസ്ത ഫ്ലേവർ വാങ്ങിച്ചു. വേറെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. എത്ര പേർക്ക് ഇങ്ങനത്തെ പ്രാന്ത് ഉണ്ടെന്ന് അറിയില്ല, മഴയത്ത് തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കണത്. എനിക്കിഷ്ടമാണ്. പൊതുവെ വിശന്നു. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച്. ചിക്കൻ കറി മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. ബാക്കിയെല്ലാം ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കൊണ്ടുപോയ കറികളായിരുന്നു. ഫുഡൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ലവ് യു. ബൈ.